നമസ്കാരം. ഇസ്രായേലിൽ തൊഴിൽ തേടിയെത്തിയിട്ടുള്ള ഇന്ത്യക്കാർക്ക് ക്രൂരമർദ്ദനം. ഗസയുമായി അതിർത്തി പങ്കിടുന്ന അഷ്കലോണിൽ തൊഴിൽ തേടിയെത്തിയ ആളുകളെയാണ് ഇസ്രായേലികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. വാട്സാപ്പ് വഴി ഇവിടെ ഇസ്രായേലികളെ വിളിച്ചു വരുത്തി ഇന്ത്യക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ വ്യക്തമല്ല. എന്തായാലും ഇന്ത്യക്കാർ വലിയ ദുരിതത്തിലാണ്. ഇന്ത്യക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള ആക്രമണമായിരുന്നില്ല, ഒരുമാതിരി പീഡനമായിരുന്നു. തൊഴിൽ തേടിയെത്തിയ ആളുകൾക്ക് ഇവിടെ ശുചിമുറികളിൽ കിടന്നുറങ്ങേണ്ട ഒരു സാഹചര്യം, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കിടന്നുറങ്ങേണ്ട ഒരു സാഹചര്യം, അത്തരം അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം, കൃത്യമായി ഭക്ഷണം ഇല്ലാത്ത സാഹചര്യവും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒരു മുഖ്യധാര ചാനൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഈ വാർത്ത ഇന്നലെ ഒരു ചാനലിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ കാര്യമായി മാധ്യമങ്ങളൊന്നും ഈ വാർത്ത ഏറ്റെടുത്തിട്ടില്ല. എന്താണ് ഇന്ത്യക്കാർ ഇത്തരത്തിലൊരു അവസ്ഥയിൽ അവിടെ പെടാനുണ്ടായ സാഹചര്യം? എന്താണ്, എങ്ങനെയാണ് ഇന്ത്യക്കാർ അവിടെ എത്തിപ്പെട്ടത്, ഏത് സാഹചര്യത്തിലാണ് അവർ തൊഴിൽ തേടി എത്തിയത് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് പുറകിലേക്ക് നമുക്കൊന്ന് പോകേണ്ടി വരും. ഹമാസ് ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഗസയുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത്, ശക്തമായ രീതിയിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഫലസ്തീനികളായിട്ടുള്ള ആളുകളുടെ വർക്ക് പെർമിറ്റ് ഇസ്രായേൽ വ്യാപകമായി റദ്ദു ചെയ്തു. അത് കട്ടാക്കി. അങ്ങനെ അവരോടൊക്കെ നാട് വിട്ടു പോകാൻ പറഞ്ഞു. അങ്ങനെ ഫലസ്തീനികളൊക്കെ നാട് വിട്ടു പോയ സമയത്ത് ഇവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നതിന് വേണ്ടി വേണമെന്നുള്ള ഒരു കാര്യം ഇസ്രായേൽ ആവശ്യപ്പെട്ടു. എന്തായാലും UP, ഹരിയാന തുടങ്ങിയ സ്റ്റേറ്റുകൾ ഇവിടെ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരമുണ്ട്, നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് പരസ്യവും കൊടുത്തു. അങ്ങനെ പരസ്യം കൊടുത്ത് നിരവധിയായിട്ടുള്ള UPക്കാരും അതുപോലെ തന്നെ ഹരിയാനക്കാരും ഒക്കെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവർ ഇസ്രായേലിലേക്ക് തൊഴിൽ തേടിയെത്തി. തൊഴിൽ തേടി എത്തിയ സമയത്ത് തന്നെ അവർക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അവർക്കുണ്ടായി, അവർക്കെതിരെ ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ടോയ്ലറ്റിൽ ശുചിമുറിയിൽ കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഇവിടുത്തെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ. അതുപോലെ തന്നെ ഭക്ഷണമില്ല, കിടന്നുറങ്ങാൻ നല്ലൊരു സ്ഥലമില്ല, വൃത്തിയുള്ള ഒരു സ്ഥലമില്ല. പട്ടികളെയും നായ്ക്കളെയും താമസിപ്പിക്കുന്നതിനേക്കാൾ മോശപ്പെട്ട അന്തരീക്ഷത്തിലായിരുന്നു ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അവിടെ കിടക്കേണ്ടി വന്നത്. എന്തായാലും ഫലസ്തീനികൾ പോയ ഒഴിവിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ UP ഗവൺമെന്റും അതുപോലെ തന്നെ ഹരിയാന ഗവൺമെന്റും ഒക്കെ ഇവിടെ ആളുകളെ പരമാവധി ഇസ്രായേലിലേക്ക് പോകുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചു. ആളുകളെ പ്രേരിപ്പിക്കും വിധത്തിലുള്ള പരസ്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൊടുത്തു. ആ മാധ്യമങ്ങളിൽ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്നും വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആശാരിപ്പണിയെടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ, തോട്ടം തൊഴിലാളികൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് തൊഴിൽ തേടി അങ്ങോട്ട് പോയത്. ലക്ഷങ്ങൾ കിട്ടുമല്ലോ, ലക്ഷങ്ങൾ സമ്പാദിക്കാമല്ലോ എന്നൊക്കെ കരുതിപ്പോയതാണ്. എന്തായാലും അവർ എത്തിപ്പെട്ടത് ഗസയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ്. ഹമാസിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള തിരിച്ചടികൾ പലപ്പോഴും ഇസ്രായേലിലെ അഷ്കലോൺ എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന് പതിക്കാറുണ്ട്, റോക്കറ്റുകൾ വന്ന് പതിക്കാറുണ്ട്. അവിടെ ഒരു സുരക്ഷാ സംവിധാനങ്ങളുമില്ല, അയൺ ഡോമും അതുപോലെ തന്നെ താടുമൊന്നുമില്ല. അതൊക്കെ ഇസ്രായേലികൾക്കുള്ളതാണ്. ഇവിടെ നിന്നും തൊഴിൽ തേടി അഷ്കലോണിൽ എത്തിയ ആളുകളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റുകളൊക്കെ വന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായി ഈ അഷ്കലോണിൽ വന്ന് വീഴുന്ന കാഴ്ച, അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പലപ്പോഴും ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഇവിടെയുള്ളത് ഇന്ത്യക്കാരായിരുന്നു. അതുകൊണ്ട് അവരെ കാര്യമായ രീതിയിൽ പരിഗണിച്ചില്ല. അവർക്ക് എന്തു വേണമെങ്കിലും വന്നോട്ടെ എന്ന ഒരു നിലപാടിലായിരുന്നു ഇസ്രായേൽ ഗവൺമെന്റ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലികൾ ഇന്ത്യക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഈ ഒരു സാഹചര്യം എന്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത് എന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ തള്ളിവിട്ടതിൽ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ, ഇവരെ ഇസ്രായേലിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും വിധത്തിലുള്ള പരസ്യങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികൾ അവർ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ആ പരസ്യങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് തൊഴിലവസരങ്ങളുണ്ട്, ഞങ്ങൾ ഇസ്രായേലുമായി സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഭരണാധികാരികൾ തന്നെ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെ മുന്നിൽ നിന്നും ആളുകളെ വല്ലാത്ത ഒരു ചതിക്കുഴിയിൽ കൊണ്ടുചെന്ന് ചാടിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യക്കാരുടെ അവസ്ഥ അതീവ ദയനീയമാണ് എന്നൊരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്.